ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ടോപ്പിക്കാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. സോ ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ഫോർ ബാക്ക് ആൻഡ് യൂസേഴ്സ്. ഓക്കെ, ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. സോ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് പറയുന്നതിന് മുമ്പേ എന്തിനാണ് നമുക്ക് റെസ്റ്റ് എ പി ഐ? ഓക്കെ, സോ വൈ റെസ്റ്റ് എ പി ഐ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കമേഴ്ഷ്യൽ വെബ്സൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചു. സോ ഈ കമേഴ്ഷ്യൽ വെബ്സൈറ്റ് വളരെ പോപ്പുലർ ആവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ ഏത് വെബ്സൈറ്റ് ആയിക്കോട്ടെ. സോ ആളുകൾ ഒരുപാട് ആ വെബ്സൈറ്റിലോട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ അത് പല പ്ലാറ്റ്ഫോംസ് ആയിരിക്കാം. ഒന്ന് വെബ്സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിലായിരിക്കും കയറുന്നത്. സോ നമ്മളിവിടെ ഇപ്പോൾ വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ജാങ്കോ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ജാങ്കോന്റെ ഫുൾ ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട്. സോ ഫ്രണ്ട് എൻഡിനകത്ത് നമ്മൾക്ക് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ആ വെബ്സൈറ്റിനകത്തോട്ട് ഒരു യൂസർ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, സോ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റിന്റെ വ്യൂ ആയിരിക്കും കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ പ്രോഡക്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ പ്രോഡക്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ഫയൽ ആയിരിക്കും. അതിനകത്ത് നമുക്ക് കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യും. ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഡിക്ഷണറി ആയിരിക്കും, അതിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ വരുമ്പോൾ ഇത് വളരെ ഡിഫറെന്റ് ആണ്. സോ അത് ഇമ്പോസിബിൾ ആണ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെയാണ് നമുക്ക് എ പി ഐയുടെ റോള് വരുന്നത്. സോ ഫ്രണ്ട് എൻഡ് ആക്ച്വലി ഏത് യൂസർ ഇന്റർഫേസ് ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓർ എനി ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. സോ നമുക്ക് ഇവിടെ ബാക്ക് എൻഡ് ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ എ പി ഐ യൂസ് ചെയ്യും. ഓക്കെ, സോ എ പി ഐ യൂസ് ചെയ്യാനെങ്കിൽ നമ്മളിവിടെ എ പി ഐ ഇവിടെ ജാങ്കോന്റെ റെസ്റ്റ് എ പി ഐ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ എ പി ഐ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ആപ്ലിക്കേഷനോ നമുക്ക് ഈ ബാക്ക് എൻഡ് സെർവർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ബ്രിഡ്ജ് പാസ് ചെയ്യും. ഓക്കെ, അതിന്റെ നടുക്ക് ഒരു ബ്രിഡ്ജ് കാണും. ആ ബ്രിഡ്ജ് ആണ് നമ്മൾ എ പി ഐ. ഓക്കെ, സോ ഈ എ പി ഐ എന്ന് പറയുന്നത് നമ്മളിവിടെ ജാങ്കോന്റെ റെസ്റ്റ് ഫ്രെയിംവർക്ക്, റെസ്റ്റ് എ പി ഐ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, പാസ് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ നമുക്ക് റിട്രീവ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്ന അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ജേസൺ സ്ട്രക്ചറിലായിരിക്കും. ഓക്കെ, ജേസൺ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ പൈത്തണിലെ ഡിക്ഷണറി ഫോർമാറ്റ് പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ഇവിടെ വോളിയം ബ്ലെയറിംഗ് എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് കീയും ബ്ലെയറിംഗ് എന്ന് പറയുന്നത് വാല്യൂ ആയിരിക്കും. സോ ഇവിടെ കീയും വാല്യൂ ഉണ്ട്. ചിലപ്പോൾ ഈ വാല്യൂവിനകത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു അറേ ഒബ്ജക്റ്റ് കാണും. ആ അറേക്കകത്ത് തന്നെ പിന്നെ ഒരു ഒബ്ജക്റ്റ് വാല്യൂ കീ കാണും. സോ ഇങ്ങനത്തെ ഫോർമാറ്റിലായിരിക്കും നമ്മൾ എ പി ഐയിലോട്ട് പാസ് ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും എല്ലാം എ പി ഐ വഴി കൂടെയാണ്. സോ ബാക്ക് എൻഡിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എ പി ഐ വഴിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ജേസൺ ഇവിടെ എടുക്കാൻ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ജാങ്കോയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കൊറി സെറ്റ് കാണും. അപ്പൊ ഈ കൊറി സെറ്റ് നമുക്ക് ജേസണിൽ കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ജേസണിലെ കൊറി സെറ്റിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഒന്നുമില്ല. സോ ജാങ്കോയിൽ ആക്ച്വലി എന്ന് പറയുന്നത് നമുക്ക് വേറൊരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. അതാണ് റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ ലൈബ്രറി. സോ ഈ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് സീരിയലൈസർ എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ജേസൺ ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും എല്ലാം. പിന്നെ നമുക്ക് ടോപ്പ് ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്ക്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എ പി ഐ, ഇപ്പൊ ജാങ്കോ എ പി ഐ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്യൂർലി എച്ച് ടി എം എൽ ജാവാസ്ക്രിപ്റ്റ് തന്നെ വേണമെന്നില്ല. നമുക്ക് അല്ലാതെ ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്ക്സ് യൂസ് ചെയ്യാം. റിയാക്ട് ജെഎസ് ഉണ്ട്, ആംഗുലർ ഉണ്ട്, വ്യൂ ജെഎസ് ഉണ്ട്, ജേക്വറി, അങ്ങനെ പല ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്ക്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എ പി ഐയിലോട്ട് ഇന്ററാക്ട് ചെയ്യാം. സോ ഈ എ പി ഐ നമുക്ക് ഫുള്ളി ഓപ്പൺഡ് ആയിരിക്കും. സോ ഏത് പ്ലാറ്റ്ഫോം ആയാലും, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആയാലും മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ എ പി ഐ വഴിയായിരിക്കും നമ്മൾ സെർവറിലോട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിലേക്ക് നോക്കാം. സോ ഇതാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് റിക്വയർമെന്റ്സ്. സോ റെസ്റ്റ് ഫ്രെയിംവർക്ക് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തൺ 3.6, 3.11 അതായത് ലേറ്റസ്റ്റ് വെർഷൻ, അതുപോലെ ജാങ്കോ എന്ന് പറയുന്നത് 3.0 ഓർ ലേറ്റർ. ഓക്കെ, സോ ഇത് ലേറ്റസ്റ്റ് 4.2 ആണ്. പിന്നെ ഫോളോയിങ് പാക്കേജസ് ആർ ഓപ്ഷണൽ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ആദ്യം നമുക്ക് ഇവിടെ ഈ ഒരു
കോഡ് എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ വെർച്വൽ ENVയിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഞാനിതിപ്പോ ഗ്ലോബലി ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അതുപോലെ പിപ്പ് ഇൻസ്റ്റാൾ മാർക്ക് ഡൗണും ജാങ്കോ ഫിൽട്ടർ അത് വേണമെങ്കിൽ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഇനി കോഡ് ചെയ്യുമ്പോൾ നമുക്കത് നോക്കാം എങ്ങനെ യൂസ് ചെയ്യണമെന്നോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ജാങ്കോന്റെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ഓൾറെഡി ഒരു ജാങ്കോ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇവിടെ settings.py ഫയലിനകത്ത് നമ്മളെ ഇൻസ്റ്റാൾഡ് ആപ്സ്, ഓക്കെ, ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറയുന്നത് റെസ്റ്റ് ഫ്രെയിംവർക്ക് കൊടുക്കണം. ഫ്രെയിംവർക്ക്. അതുപോലെ ഞാൻ ഇവിടെ ഒരു ഹോം എന്ന് പറഞ്ഞൊരു ആപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം ഇൻസ്റ്റാൾഡ് ആപ്സിനകത്ത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളൊരു ജാങ്കോ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇതൊരു സെപ്പറേറ്റ് ലൈബ്രറിയാണ്. ഇത് ലൈബ്രറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് API ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മളിവിടെ റെസ്റ്റ്_ഫ്രെയിംവർക്ക് ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ ഒരു പുതിയൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ആപ്പിനകത്ത് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. സോ നമ്മൾ ഇതിനകത്ത് നമ്മൾ വ്യൂസിനകത്ത് നമ്മൾ API വ്യൂ ഒക്കെ നോക്കും. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത കൂടുതൽ സെക്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.